ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലൊരു വെറൈറ്റി സമൂസ റെസിപ്പിയാണ്. റമളാനിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് സമൂസ. പക്ഷേ നമ്മൾ അതിലൊരു വെറൈറ്റി ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നതിൽ നിന്നും ഒന്ന് ഡിഫറെൻ്റായിട്ട് മസാല ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ഒനിയൺ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എല്ലാവരും എൻ്റെ അടുത്ത് പറയും എപ്പോഴും ചിക്കനും അങ്ങനെയെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് ചിക്കൻ ഇല്ലാണ്ട് ഓൺലി വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്ന ക്യാബേജൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 തരം വെജിറ്റബിൾസാണ് ഇതിൽ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പോളം ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാബേജൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ക്യാപ്സിക്കും ക്യാരറ്റും മാത്രമായാലും മതി. ഇനിയിപ്പം ക്യാരറ്റും ക്യാപ്സിക്കും ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ചിക്കൻ വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് വേണമെങ്കിൽ അത് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പം വെജിറ്റബിൾസ് എല്ലാം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരുപാട് കുക്ക് ചെയ്യണ്ട. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് നൂഡിൽസിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് നൂഡിൽസിൻ്റെ ഫില്ലിംഗ് ആണ് സമൂസയിൽ നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ എത്ര പാക്കറ്റ് നൂഡിൽസാണോ ഉണ്ടാക്കുന്നത്, സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന വെള്ളം അറിയാമല്ലോ, അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർക്കുന്നതിനെ കൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് കൂടുതൽ ചേർത്തിട്ടുണ്ട്. 1/4 സാധാരണ ഒരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് 1/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. ഇതിൽ നല്ലത് മാഗിൻ്റെ ഇൻഡോമി എടുക്കലാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ മാഗിൻ്റെ കറീൻ്റെതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാക്കറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് നുറുക്കിയെടുക്കാം പൊട്ടിക്കുന്നതിന് മുമ്പേ. കാരണം ഇത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ നൂഡിൽസ് ഇങ്ങനെ വലിഞ്ഞ് വരുമല്ലോ. അപ്പോൾ സമൂസ ലീവ്സിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള മസാല ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഇതിന് എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് വിചാരിക്കുന്നത്, കാരണം സാധാരണ എല്ലാവരും വെജിറ്റബിൾസ് നൂഡിൽസ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് സമൂസയിൽ ലീവ്സിൽ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ നൂഡിൽസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു റെസിപ്പി എൻ്റെ മോന് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. കാരണം നോമ്പ് നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പലതരത്തിലുള്ള പൂതികളുണ്ടാവുമല്ലോ. അപ്പോൾ നൂഡിൽസ് തിന്നാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്നോട് ഒരു നൂഡിൽസിനെ കൊണ്ടൊന്ന് സമൂസ ഉണ്ടാക്കി തരുമെന്ന് പരീക്ഷിച്ച് നോക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞേരം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ചിക്കൻ്റെതാണ് ഉണ്ടാക്കിയത്. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടി കുറച്ചുകൂടി വെള്ളമുണ്ട്, അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് കോറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി മുളക് കടിക്കുന്നതിന് പ്രശ്നമില്ലാത്തവർക്ക് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് പച്ചമുളക് കടിക്കും പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറണേ. ചൂടോടെ ചേർക്കാതെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ ലീവ്സ് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് ഇത് പൊങ്ങി വരും, കരിഞ്ഞു പോവും. നല്ല ക്രിസ്പി ആക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, എന്നാലാണ് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നൂഡിൽസ് പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.